എല്ലാവർക്കും JK ടോക്സ് എന്ന നമ്മുടെ പുതിയ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു സെഗ്മെൻറ്റിലേക്കാണ് കടക്കുന്നത്. കഴിഞ്ഞ വീഡിയോകൾക്ക് എല്ലാവരും തന്ന സപ്പോർട്ടിനും നന്ദി അർപ്പിക്കുന്നു. നമുക്ക് പുതിയ വീഡിയോയിലേക്ക് പോകാം. നമസ്കാരം. ഇന്ന് നമ്മൾ നമ്മുടെ ചാനലിലെ ഒരു പുതിയ സെഗ്മെൻറ്റിലേക്കാണ് കടക്കുന്നത്. സെഗ്മെൻറ്റിൻ്റെ പേരാണ് ഇതിഹാസം. നമ്മുടെ മലയാളികളുടെ അഭിമാനം, ഇന്ത്യയ്ക്കും ലോകത്തിനും സംഭാവന ചെയ്ത ഒരു വ്യക്തിത്വത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരാണ് സന്തോഷ് ജോർജ് കുളങ്ങര. കോട്ടയം ജില്ലയിലെ ഒരു ഗ്രാമമായ മരങ്ങാട്ടുപള്ളിയിൽ 1971 ക്രിസ്മസ് ദിനത്തിൽ ജോർജ് റോസമ്മ ദമ്പതികളുടെ മകനായി ജനിച്ച ഇദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു പാരൽ കോളേജ് അധ്യാപകനും മാതാവ് ഒരു അധ്യാപികയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് പാരൽ കോളേജ് നടത്തി വരുമ്പോൾ വർഷത്തിൽ 2 തവണ സ്കൂളിലെ വിദ്യാർത്ഥികളെ ടൂറിന് കൊണ്ടുപോകുന്നൊരു സാഹചര്യമുണ്ട്, പഠനയാത്രയ്ക്ക് കൊണ്ടുപോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ മക്കളെയും ഭാര്യയെയും അദ്ദേഹം കൂടെ കൂട്ടുമായിരുന്നു. അതിൻ്റെ കാരണം മക്കൾ യാത്രയിലുടനീളം പുതിയ സ്ഥലങ്ങളെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചുള്ള ബോധ്യവും മറ്റുള്ള വ്യക്തിത്വങ്ങളെ കണ്ട് പല കാര്യങ്ങളും മനസ്സിലാക്കുന്നതിനും അദ്ദേഹം ഒട്ടേറെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചു കാലം അങ്ങനെ നടത്തി വരികയും അതിനുശേഷം കോളേജ് അടച്ചുപൂട്ടി അദ്ദേഹം ഒരു ചെറിയ പ്രസ് തുടങ്ങാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം പ്രസ്സിൽ അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരുന്ന SLC വിദ്യാർത്ഥികൾ, പരാജയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഒരു ഗൈഡ് പോലെ അദ്ദേഹം തന്നെ സ്വന്തം ഒരു പ്രസ്സിൽ അച്ചടിച്ച് അത് പുറത്ത് കൊടുത്തുകൊണ്ടിരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കോളേജിനപ്പുറം, അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിനപ്പുറം കോട്ടയം ജില്ലയുടെ പല ഭാഗങ്ങളിലും ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഗൈഡ് കുട്ടികൾക്ക് വളരെയധികം ആകർഷണമുണ്ടായി. ഈ ആകർഷണം വഴി വളരെയധികം ആൾക്കാർ ആവശ്യപ്പെടുകയും അതുവഴി അദ്ദേഹത്തിൻ്റെ ഗൈഡിന് ഒരു പേരിട്ടു, ലേബർ ഇന്ത്യ. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന എന്നെപ്പോലുള്ള ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഒരു പഠനത്തോടുള്ള താല്പര്യം കൂട്ടാൻ കാരണമായ ഒരു വിദ്യാഭ്യാസ മാസികയായ ലേബർ ഇന്ത്യയുടെ തുടക്കം. അദ്ദേഹത്തിൻ്റെ മൂത്ത മകനായ സന്തോഷ് ജോർജ് കുളങ്ങര സാറും അദ്ദേഹം ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഒരു 3rd ഗ്രൂപ്പ് എടുത്ത് അദ്ദേഹത്തിന് മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം പഠിക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് അതറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ പ്രശംസിക്കുന്നതിന് പകരം അദ്ദേഹം നിരുത്സാഹപ്പെടുത്താൻ ഒരു പരിധിവരെ ശ്രമിച്ചു നോക്കിയെങ്കിലും ലോകവീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾ വളരണമെന്നുള്ള ഒരു കാരണത്തുകൊണ്ട് കുട്ടികൾ യാത്രകൾ നടത്തണം, യാത്രകൾ കുട്ടികളുടെ വിദ്യാഭ്യാസ ചിന്താധാരകളെ പുതിയ തലത്തിലേക്ക് കൊണ്ടുപോയി ഈ ലോകത്തിൽ എന്തെങ്കിലും സംഭാവന ചെയ്യാൻ കഴിയും എന്നുള്ള ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. 1980 പകുതിയോടെ ഇന്ത്യയിൽ ടെലിവിഷൻ വിപ്ലവം നടക്കുകയും കോട്ടയത്തിൻ്റെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് ഒരു കൗമാരക്കാരനായ ഒരു വ്യക്തി അത് കാണുകയും അതിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ചെറിയ തീപ്പൊരി വീഴുകയും അത് പതിയെ ഒരു തീയായി മാറുകയും അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തൻ്റെ വഴി ടെലിവിഷൻ്റെ വഴിയാണ് എന്നുള്ള ഒരു ബോധ്യം വരികയും ചെയ്തു. അതുവഴി അദ്ദേഹം ചിന്തിക്കുന്നു, എൻ്റെ വഴി മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം വഴി ടെലിവിഷനിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് എന്നുള്ള ബോധ്യത്തിൽ അദ്ദേഹം SLCക്ക് ശേഷം +2 അല്ലെങ്കിൽ പ്രീ ഡിഗ്രി, അന്നത്തെ കാലത്ത് പ്രീ ഡിഗ്രി ആയിരുന്നു, ആ പ്രീ ഡിഗ്രിക്ക് പഠിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് പറഞ്ഞു, ഈ ജില്ലയിൽ ഏറ്റവും നന്നായി 3rd ഗ്രൂപ്പ് പഠിപ്പിക്കുന്ന സ്ഥാപനം എൻ്റെ സ്ഥാപനമാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ സ്ഥാപനത്തിൽ വന്ന് നിനക്ക് പഠിക്കാം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സ്ഥാപനത്തിൽ ചേരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വപ്നം ഇതായിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ പരമ്പരാഗത സ്വപ്നങ്ങളിലേക്ക് അവർ തള്ളിവിട്ടിട്ടില്ല അദ്ദേഹത്തെ. മക്കളുടെ സ്വപ്നത്തിന് മുന്നിട്ടിറങ്ങാൻ ആ മാതാപിതാക്കൾ അവരെ അനുവദിച്ചു. അദ്ദേഹം
+2 അവസാന വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചെറിയ ചെറിയ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുകയും അത് ടെലിഫിലിം പോലുള്ള ചെറിയ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുകയും ആദ്യത്തെ സ്ക്രിപ്റ്റ് അദ്ദേഹത്തിൻ്റെ നാട്ടുകാരനായ തോമസ് പാല എന്നുള്ള ഒരു ഹാസ്യ എഴുത്തുകാരനെ കാണിക്കുകയും ആ ഹാസ്യ എഴുത്തുകാരൻ അതുമായിട്ട് അദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കുകയും അവർ ദൂരദർശനിൽ കൊണ്ടുപോയി ആ സ്ക്രിപ്റ്റ് കൊടുക്കുകയും ചെയ്തു. പക്ഷേ ആദ്യ സംരംഭം തന്നെ ഒരു വലിയ പരാജയം ഉണ്ടാവുകയാണ് ചെയ്തത്. ദൂരദർശൻ്റെ ഒരു ചിട്ടവട്ടങ്ങൾ എങ്ങനെയായിരുന്നുവെന്ന് ഇവർക്കൊരു ധാരണ കുറവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. പക്ഷേ അദ്ദേഹം സെക്കൻഡ് ഇയർ ഡിഗ്രിക്ക് പഠിക്കുന്ന മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു ടെലിഫിലിം നിർമ്മിച്ച് അത് കേരളത്തിലെ അന്ന് ഏക സ്റ്റുഡിയോയായ വി-ട്രാക്ക് സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി അത് വീഡിയോ എഡിറ്റൊക്കെ ചെയ്ത് ടെലിഫിലിം നിർമ്മിച്ച് ദൂരദർശന് നൽകുകയും 1 വർഷം കഴിഞ്ഞപ്പോൾ ദൂരദർശൻ അവർക്ക് പ്രദർശന അനുമതി നൽകുകയും ചെയ്തു. പിതാവിനോട് പണം ആവശ്യപ്പെട്ടു. അദ്ദേഹം മകൻ്റെ ആഗ്രഹത്തെ എതിർക്കാതെ തന്നെ ഒരു 40,000 രൂപ കൊടുക്കുകയും ആ 40,000 രൂപ അതിൽ അദ്ദേഹത്തിന് 20,000 രൂപയെ തിരിച്ചു നൽകാൻ കഴിഞ്ഞുള്ളൂ. എന്നിരുന്നാലും രണ്ടാമത് അദ്ദേഹം കൃഷ്ണഗാഥ എന്നൊരു ടെലിഫിലിം നിർമ്മിച്ച് അത് നല്ല പ്രേക്ഷക പ്രശംസ ഏറ്റുവാങ്ങി. എങ്കിലും അതും ഒരു തരത്തിൽ ഒരു സാമ്പത്തിക നേട്ടം അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം കുട്ടികൾക്കായി മാലുവിൻ്റെ ലോകം എന്നുള്ളൊരു ഷോർട്ട് ഫിലിം നിർമ്മിച്ചു. അത് സംപ്രേഷണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കോപ്പിയുമായിട്ട് ദൂരദർശൻ ഓഫീസിൽ ചെല്ലുന്ന സമയത്ത് അവിടെ ഒരു CBI റെയ്ഡ് നടന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ ചില പ്രശ്നങ്ങൾ നടക്കുകയും തകർന്ന് തരിപ്പണമായി പോയ അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തെ അദ്ദേഹം കൈവിടാൻ തയ്യാറായില്ല. പിന്നീട് അദ്ദേഹം കാർഷിക പരിപാടിയായ നാട്ടിൻപുറം നിർമ്മിക്കുകയും അതിൽ പരസ്യം കിട്ടാതെ അതും അവസാനിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് ചിത്രപുരത്തെ വിശേഷങ്ങൾ എന്ന യാത്ര റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടൻറ്റ് കൊണ്ടും അദ്ദേഹം പരിപാടി സൃഷ്ടിക്കുന്നു. പക്ഷേ അതും ഒരു പരിധിവരെ ഒരു വിജയത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. അതിനുശേഷം അദ്ദേഹം ഒരു യാത്ര റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം നിർമ്മിക്കുകയും അത് അന്നത്തെ കാലത്ത് എത്തിച്ചേരാൻ പറ്റാതിരുന്ന വടക്കൻ മലബാറിൻ്റെ മലയോര മേഖലകളിലും നമ്മുടെ തെയ്യം, നമ്മുടെ അമ്പലങ്ങളിലെ ഉത്സവങ്ങൾ, അങ്ങനത്തെ പല പരിപാടികളും അദ്ദേഹം നിർമ്മിച്ചു കൊടുത്തു തുടങ്ങി. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഓവർ ആയിട്ടുള്ള ജോലി കൊണ്ട് അദ്ദേഹം പുറംവേദനയുമായിട്ട് ബന്ധപ്പെട്ട് ആശുപത്രിയിൽ അഡ്മിറ്റാവുന്നു. ആശുപത്രിയിൽ നിന്ന് അഡ്മിറ്റായി പുത്തൻ പ്രതീക്ഷയുമായി ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി അദ്ദേഹം കേൾക്കുന്നത് അദ്ദേഹത്തിൻ്റെ തിരക്കഥാകൃത്ത് വേറെ ഒരു നിർമ്മാതാവിനെ കൂട്ടി ആ പരിപാടി വേറൊരു രീതിയിൽ ചിത്രീകരിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ യാത്രാ വിശേഷത്തിന് ഒരുപാട് പ്രേക്ഷക പ്രശംസ ലഭിച്ച കാലത്താണ് യാത്രാ വിവരണ പരിപാടിക്ക് മാർക്കറ്റുണ്ട് എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം തന്നെ അത് ചെയ്യണം എന്നാഗ്രഹിക്കുന്നു. ഇന്ത്യ സന്ദർശിച്ച് ഇന്ത്യയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാമെന്നുള്ള കാര്യങ്ങൾ കരുതിയിരുന്ന ആ സമയത്താണ് അദ്ദേഹത്തിന് ആദ്യമായിട്ട് ഒരു ക്യാമറ ലഭിക്കുന്നത്. ആ ക്യാമറ ലഭിക്കുന്നതും വളരെ ഒരു രസകരമായ ഒരു സംഭവമാണ്. നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിക്കായിട്ട് വിദേശത്തു നിന്നൊരു ക്യാമറ വരുന്നു, ഒരു DV ക്യാമറ വരുന്നു. ആ ക്യാമറ ഡ്യൂട്ടി കുറച്ച് അധികമായതിനാൽ മമ്മൂട്ടിക്ക് അത് വേണ്ട എന്ന് പറയുകയും അത് പതിയെ അദ്ദേഹത്തിൻ്റെ നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര സാറിൻ്റെ കയ്യിലേക്ക് എത്തുകയും അദ്ദേഹം അതുവഴി ഈ ക്യാമറയ്ക്ക് ഒരു ജോലി വേണമല്ലോ, ക്യാമറ വീട്ടിലിരുന്നത് കൊണ്ട് കാര്യമില്ലല്ലോ എന്ന് കരുതി അദ്ദേഹം യാത്രാ വിവരണ പരിപാടികളെക്കുറിച്ച് ആലോചിച്ചു. ആദ്യമേ തന്നെ അദ്ദേഹം ഹിമാലയം തുടങ്ങിയ ഇന്ത്യയിലെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ